രാവിലെ 6:30 തൊട്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കുറച്ചും കൂടി ഉത്തരവാദിത്തമാണോ? ഇപ്പോഴും ഒരു ഇതിടാൻ വേണ്ടിട്ട് അരമണിക്കൂറാ. ഇങ്ങനെയുള്ള ഞാൻ നിർത്തലേ, ഞാൻ ഈ ചങ്ങായിന്റെ പോക്ക് നിർത്തായി. ഇതാണ് ചങ്ങായിന്റെ പ്രശ്നം. 3/4 മണിക്കൂറെല്ലാം വേണോ? ഇപ്പോഴും എല്ലാരും ഒരുങ്ങിയിട്ട് വരിക. ഓരോ വൃത്തിയായിട്ട് ശരിയല്ല. രാവിലത്തെ കുളിക്കള കളിച്ചു കഴിഞ്ഞാല് ചങ്ങായിമാര പ്രണോഷിന്റെ വെവ്വേറെ കളറിലുള്ള മാസ്കുകൾ, ഓരോ ദിവസം ഓരോ കളറിലുള്ള മാസ്ക് പുള്ളിക്കാർ ഉപയോഗിക്കല്. ഓരോ ഡ്രസ്സിനൊക്കെ ഒരാൾ നോക്കുന്നുണ്ടോ? പ്രണോഷിന്റെ ചങ്ങായി എന്ന് കണ്ടോ? കിച്ചുവിനെ എണീപ്പിച്ചിട്ട് ഓന്റെ മാസ്മരിക ഹെൽമെറ്റ് ഇട്ടിരിക്കുന്ന പ്രണവ് വ്ലോഗ്സ് ചുമ്മാ ഓരോ വീഡിയോയിൽ കാണിക്കാണ്ട് പട്ടിശോ ഇമ്മാത് പണിക്ക് നാണുണ്ടാ. പാവം ഉറങ്ങുന്ന ചക്കത്ത് മുഖം നോക്കിയേ. വന്നോട് കേറി. കൊറേ ടൈമായി ചങ്ങന്മാരെ കളിയാക്കുന്നത്. നമുക്ക് ഈ പള്ളിക്കാരെ ഹായ് ഗെയ്സ് എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള പറയാനുള്ള ഒരു ഇതുമില്ല. നമുക്ക് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കുറെ ടൈം എന്റെ പുറകുന്ന് എന്നെ കളിയാക്കുന്ന ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇവൻ നീ ഈ സെലിബ്രിറ്റീസിന്റെ വീട്ടിലെല്ലാം പോകുന്ന ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. സന്തോഷ് കീരാജിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് കുറെ പ്രസംഗിച്ചിന്. അല്ല ഇതിപ്പോ ഹായ് പറഞ്ഞിട്ട് ബാ. ഹായ് ചങ്ങന്മാരെ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡൊക്കെ എല്ലാവർക്കും സ്വാഗതം. എപ്പോഴുള്ള പോലെ തന്നെ പട്ടിച്ച് കാണിക്കാൻ വേണ്ടി എന്റെ കൂടെ പ്രണവ് വ്ലോഗ്സ് ഉണ്ട്. ഇന്ന് നമ്മളിന്ന് പോകുന്നത് ജസ്റ്റ് ഇരുട്ടി പോകുന്നത്. ഇരുട്ടി പോകുമ്പോൾ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. സെയിം ടൈം നമ്മുടെ ഈ ബുൾജെറ്റ് എന്ന് പറഞ്ഞ ചാനൽ ചില ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും. ഇവര് ഈ സൈഡിൽ അല്ല, ആ സൈഡിൽ മറ്റൊരു ഫോട്ടോ വരും. അപ്പോ പിന്നെ എബിൻ ലിബിനും അറിയാലോ, വാൻ ലൈഫാണ്. അവരെ ഒമ്നി എടുത്തിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ റൈഡ് ചെയ്യാണ്. റൈഡ് ചെയ്യല്ല, പോവാണ്. അപ്പം അവരിപ്പം അവരിപ്പോ എത്തി മണാലിയാ ലഡാക്കാ. അവര് മണാലി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഓരോ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളും അതേപോലെ തന്നെ അതിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇരുട്ടിയിൽ കുറേ നല്ല സ്പോട്ടുകളുണ്ട്. അപ്പം ആ സ്പോട്ടും കാണിച്ചത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണ് അറിയോ? കീഴല്ലൂർ നാഗവളവ് അക്കരമ്പൽ റോഡ് എന്നാ പറയുന്നത്. ഇവിടെ വന്ന സമയത്ത് ഒരു നല്ലൊരു സ്ഥലമായിട്ട് തോന്നി. ഇങ്ങനെ പാമ്പ് വളഞ്ഞിട്ടവർ ഇങ്ങനെ താഴെ വരെയുണ്ട് ഈ റോഡ്. സോ ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ച് കിലോമീറ്റേഴ്സ് കൂടി ഉണ്ട് ഇരുട്ടിയിലേക്ക്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കൂടാതെ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഈ പുള്ളിക്കാരൻ്റെ ചാനൽ ഗിവ് അവേ നടക്കുന്നുണ്ട്. പോയിട്ടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളിന്ന് എൻട്രി എടുത്തത് ഇവിടുന്ന് കേട്ടോ, നാഗവളവ് അക്കരമ്പൽ റോഡ്. ഓക്കെ, ഇതാണ് ആ റോഡ്. ഇങ്ങനെ വളഞ്ഞ് അങ്ങത്തോളം പോകുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്കിന്ന് യാത്ര ചെയ്യാനുള്ള ബൈക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടിങ്കു. അപ്പൊ അവന്റെ ഫോട്ടോ സൈഡ് കാണിക്കാം. സെയിം ടൈം ഈ ഹെൽമെറ്റ് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ കിച്ചു. അപ്പൊ ഇവര് രണ്ടുപേരടിക്ക് ഞാൻ എന്റെ വലിയൊരു നന്ദി. നിങ്ങളൊന്ന് സൈഡിൽ നിന്ന് ചിരിക്കുന്നത്. ടിങ്കുവിന്റെ ഫോട്ടോ സൈഡ് കാണിക്കാം. ഇൻട്രോ എടുക്കുന്ന സമയത്ത് ഫുൾ കോമഡിയാണ്. ഞാൻ ഇരുന്ന് ചിരിക്കുകയാണ്. അങ്ങനെ പറയാം. ഇതിപ്പോ പ്രണവ് വ്ലോഗ്സ് കണ്ടോ മനസ്സിലായി. ഇവിടുന്ന് സ്ട്രെയിറ്റ് നോക്കുന്ന സമയത്ത് സൂമേരി കാണിച്ചത് കണ്ടോ, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. സോ ഇതിന്റെ താഴെ പോയി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കാണാൻ വേണ്ടി പറ്റുമോ? റൺവേ കാണാൻ വേണ്ടി പറ്റുമോ? ചുറ്റോടാ അത്ര അങ്ങോട്ട് പോണത്. ഇരുട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ ഈ ഒരു സംഭവം കണ്ടത്. അപ്പം ഇതും കൂടി കാണിക്കാണ്ട് പോകണം ശരിയല്ല. സംഭവം നൈസാണ്. ഈ ഏട്ടൻ്റെ ഫാം എവിടെയായിരുന്നു? ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്നേ. ചെന്നൈയിലെവിടെ? ഓക്കെ. എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ ഉണ്ടോ? അത്യാവശ്യം ഉണ്ട്. പേരെന്താ? സക്കറിയ. ഓക്കെ. ഇരുട്ടി തന്നെ വീട്. ഓക്കെ.
ഇരുട്ടി ഈ വഴി പോകുന്നവർ ഇതാ ഈ ചേട്ടൻ്റെ കൂടെ വരിക, ഒന്ന് മേടിക്കുക സാധനങ്ങളല്ലേ, ചെറിയ പൈസക്ക് സംഭവം കൊടുക്കണ്ടേ. ഈ ബൗളൊക്കെ ആണെങ്കിൽ വിത്ത് മീനെടുക്കാൻ 100 രൂപ. ആ ഓക്കെ. ഇവിടെ എന്തൊക്കെയോ ഇതുണ്ട്. എനിക്ക് ഈ മീനിനെ പറ്റി വലിയ ധാരണയില്ല. മത്തിനെ പറ്റി ധാരണ എനിക്ക് എങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടോ കൊടുക്കുക, സ്റ്റോണ് ഫിഷ് കാര്യങ്ങളൊക്കെ ആയിട്ട്. വരുന്നവർ എന്തായാലും ഒന്ന് ഇവിടെ വരിക, ഒന്ന് വാങ്ങാം. നൈസാണേ, കണ്ടോ, അടിപൊളി. ഓക്കെ, ഇതിന് എത്ര കേട്ടാ? 120. എന്തായാലും ഇത് ഇടുന്ന സമയത്ത് ആരെയും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങളെടുത്താ? ഓക്കെ, നമ്മളെന്നാ പോകുന്ന കേട്ടോ. ബൈ. രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ടെന്ന് കേസ് വന്നേ, അതുകൊണ്ട് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ചവിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടെ. മീൻസ് കണ്ണൊക്കെ ചോദിച്ചിട്ടുണ്ടോ, വരുമ്പോൾ ഒരു പ്രാണിയൊക്കെ കണ്ടിലടിച്ചിട്ടുണ്ട്. പ്രണംപ്ലക്സ് ഓൾറെഡി പുള്ളിക്കേരി ഇരുന്നിട്ടുണ്ട്. ഇവിടെ തന്നെ കഴിക്കാമല്ലേ? ബീഫെല്ലാം നിങ്ങൾ വാങ്ങിച്ച റെക്കോർഡ് അമർത്തിന് പൈസ ഇങ്ങനെ കൊടുക്കില്ലല്ലേ? എപ്പറ്റും പോലെ ഇന്ന് ഫുഡ് കഴിച്ചാലും പൈസ പുള്ളിക്കാരൻ തന്നെ കൊടുക്കും കേട്ടോ. കൊടുക്കാം. കൂടാതെ ഇവിടുത്തെ ഷോപ്പിലെ മുതലാളി വന്ന് ഇതിന് വരുന്ന സുധ, അതിൻ്റെ പേര് ശശി. അപ്പോൾ മുതലാളി വന്ന് ഇവരെ ഷോപ്പും കൂടി പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുറച്ച് പൈസ കുറച്ച് ഇടാറുണ്ട്. കൊടുക്കൂലേ? ഫസ്റ്റ് പുട്ട് കഴിച്ചു, രണ്ടാമത്തെ പുട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പിന്നെന്താ? അശ്വന്താ? അശ്വന്ത് പറഞ്ഞ നാട്ടിലൊരു കൂട്ടുകാരനെ ചങ്ങ പറയുന്നത്. ഓണീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണോ? അവിടെ ഫുഡ് കഴിച്ചിട്ടുള്ള അവരെ കറി, തക്കാളി കറി എടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് പോവാ. നിങ്ങളെ ഒരു ചെറിയൊരു ചാലഞ്ച് എടുക്ക. എനിക്ക് പുട്ടറപ്പ് തിന്നാൻ വേണ്ടിട്ടാ. അവിടെ തക്കാളി കറി ബാക്കിയുണ്ട്. ആ ഞാൻ കഴിക്കും, എടുത്തിട്ട് വന്നാൽ എടുത്തിട്ടോ. നിങ്ങളെ കൊണ്ട് അന്ന് എടുത്ത് ജസ്റ്റ് ഈ ഇവിടെ കൊണ്ടുവന്നിട്ടെങ്കിൽ വെക്ക്. ഇത്രക്ക് ചെറിയൊരു ചാലഞ്ച് എടുത്ത ഒരു ചങ്ങായിക്ക് അത് ഇതാക്കാൻ വേണ്ടി പറ്റത്തില്ല കേസ്. അപ്പോ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുത്തില്ലേ കേട്ടോ. എത്ര നല്ല ആരോഗ്യമുള്ള അയിലാണ് ചേച്ചി. ആ പുള്ളിക്കാരൻ പൈസ ഒന്നുമില്ലേ? ആ പുള്ളിക്കാരനെ പറ്റി 2 വാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല അതെയാ, നിങ്ങൾ സൂപ്പറാവല്ലോ. സൂപ്പർ പറയും. അതാക്കിയിട്ടുണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാല് നാളെ വീഡിയോ ഇടും. നാളെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ചേച്ചിക്കും ചേട്ടനും കേട്ടോ. നമ്മളെ ചവടിക്കാൻ വേണ്ടി കയറിയ കടയിലെ ചേച്ചിയുടെ മീൻസ് ഒരു സുധീർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ നമ്പർ ആയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഈ ബുൾജിറ്റിൻ്റെ നമ്മൾ ഓൾ ഇന്ത്യ റൈഡ് വാൻ ലൈഫ് ചെയ്യുന്ന ലിബിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അതിനിടയ്ക്ക് പ്രണവ് വ്ളോഗ്സ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലോ. അപ്പോൾ ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് മീൻസ് ഭയങ്കര ശങ്കയായിട്ട് പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പോയിട്ട് കുറേ ടൈമായി, 10-15 മിനിറ്റ്. സോ ആ ടൈം ഞാനിങ്ങനെ നോക്കുന്നായിരുന്നു എവിടെയെങ്കിലും നല്ല പ്ലേസ് ഉണ്ട്. നോക്കുമ്പോൾ ഒരു റിവർ സെറ്റപ്പ്, ഇതിൻ്റെ പേരോ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കണ്ടാണ്. ഇത് തൊട്ട് പുറകെ തന്നെ കണ്ടോ. ഇനിയിപ്പം അങ്ങോട്ടേക്ക് വിടാം, ലിബിൻ്റെയും വീട്ടിലേക്ക് പോവാം. പ്രണവ് വ്ളോഗ്സിന് ഇൻട്രോ എടുക്കണം പോലും വെറൈറ്റി ആയിട്ട്. അപ്പം വെറൈറ്റി ആയിട്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്ന സ്ഥലം ഇത്. പൊളി സ്ഥലമാണ്. ഇവർ വെറൈറ്റി ഇൻട്രോ എടുക്കട്ടെ കേട്ടോ. എടുത്തെന്നാ നിങ്ങൾ ഇവന്റെ ഫോട്ടോ ഇവിടെ ഗൈസ്. അരമണിക്കൂർ ഒരു ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് മെല്ലെ ആടിപ്പാടി വരുന്നത്. തൂറാൻ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടി തന്നെയാണ്. അതിന് തൂറി കഴിഞ്ഞാലേ ബാക്കി ചെയ്യുള്ളൂ. ഓക്കെ, കളിക്കുന്നത് ഇത് ഞാൻ ഇടുന്നായിരിക്കും. അനക്കൊരു എന്താ പറയാ, എല്ലാവരും തൂർന്നല്ലേ, അതുകൊണ്ട് തന്നെ ഇട്ടേക്കാം. വിജലിനെ മിപ്പിച്ച ഇൻട്രോ. ഓഫാക്കടാ ഗൈസ്, ഓഫാക്കാൻ പറ ഗൈസ്. ഇൻട്രോ എടുക്കണ്ട്.
അങ്ങനെയല്ല തമാശക്കാ എനിക്ക് മടി വരുന്നത്. ഏറ്റവും പുതിയ ട്രാവൽ സീരീസായ ഊരുകണ്ടലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക്. ഇത് കിട്ടിയവരെ വന്നില്ലേ? അങ്ങനെ വള്ളിത്തോടുന്ന് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെ വരുന്നത്. നമ്മൾ ഈ തൊട്ട് പുറകിലുള്ള ഇത് കണ്ടോ, അത് കണ്ടിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്. കൂടാതെ ഈ സ്റ്റെപ്പ് അധികം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്ന സ്റ്റെപ്പ് ആയത്. സോ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താണ്. അങ്ങോട്ട് പോയി നോക്കാം. വീട്ടിൽ അവരെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പോയി നോക്കാം എന്തായാലും. അങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴേക്കും പ്രണവ് വ്ളോഗ്സ് പറഞ്ഞാടാ ഈ കുറ്റിയുടെ മുകളിൽ ഓറെ സംഭവം അടിച്ചിട്ടുണ്ട്. എബിൻ്റെയോ അപ്പോൾ പ്രണവ് പറഞ്ഞേട്ടാ എനിക്കൊന്ന് ഓരോ വീട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങോട്ടേക്കാണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചതാണ്. അതുകൊണ്ട് എന്തായാലും മനസ്സിലായി. എന്തായാലും കയറി പോവാ. വരുന്നില്ലേ? ഹെൽമെറ്റ് അടിച്ച ആരും എടുക്കുന്നല്ലോ. വേറെ ഫുള്ള് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാ. നായി ആയിട്ടുണ്ട്. രാവിലെ തന്നെ പുട്ടും ഇതൊക്കെ ദഹിച്ചു കിട്ടാം. ഈ പുള്ളിയുടെ തള്ളു മാത്രമാണ് ആകെയുള്ളൊരു ആശ്വാസം. തള്ളി മുന്നിലിങ്ങനെ പോകുന്നുണ്ട്. ഒരു പടി കയറിയിട്ട് സ്ട്രെയിറ്റ് എത്തി വരുന്നു. ഇപ്പം വീണ്ടും വലിയൊരു പടി പുറകില്. ശബരിമലയിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ഒരോട്ടം പോയിട്ടുണ്ട്. അതെ, ശബരിമലയിലാകെ 18 പടിയുള്ളോളി. കാട് കയറണോ? പക്ഷേ എന്താ എനിക്ക് പറയണ്ടേ? അല്ല നമുക്ക് പറ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ബുള്ളറ്റിനെ പറ്റിയിട്ടുള്ള കുറേ ഡയലോഗ് അടിച്ചിട്ട് വരാം. നമുക്ക് പാട്ടുപാടിയില്ല അവരെ പറ്റി. പാട്ടുപാടി. അപ്പോൾ ഗൈസ് നമ്മൾ പാട്ട് പാടാൻ പോവുകയാണ്. റാപ്പായിരിക്കും മിക്കവാറും. ഓക്കെ, 1 2 3 പാലും പഴവും കൈകളിലേന്തി പാലും പഴവും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നില്ല അറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാ, പുള്ളിക്കാരോട് പാട്ട് പാടിക്കാൻ വേണ്ടി പറയാം. ചെങ്ങാറ് നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് എബിൻ്റെയോ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാ തൊട്ട് പുറകെ കാണുന്നതാണ് എബിൻ്റെ വീട്. ഇതാ അവിടെ കുറേ തളർന്നിട്ടാ. നിങ്ങൾക്ക് എൻ്റെ ശ്വാസം കിടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ഇപ്പം മേലാണെങ്കിൽ കുറവാണ്, വർക്കൗട്ടൊന്നും ഇല്ല. കൊറോണ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അതെടാ പോലെടാ പോയാ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, എബിൻചാൻ്റെ വീട്ടിലെത്തി. പപ്പനെ കിട്ടുന്നുണ്ട്, കുഞ്ഞുമോൻ പപ്പേന. പപ്പ എന്ന് പറയേണ്ട വന്നിട്ട് ഇപ്പം നമ്മളിപ്പോൾ കുറേ ടൈമായി സംസാരിക്കുന്നത്. പുള്ളി ഫുള്ള് എനർജറ്റിക്കാണ്. അപ്പം ഈ ഒരു എനർജിയാണ് പിള്ളന്മാർക്ക് കിട്ടിയത്. പിള്ളന്മാർ നല്ല എനർജറ്റിക് ആയത് പപ്പനെ കൊണ്ടുവന്ന്. പപ്പ എന്തുണ്ടോ പപ്പ നിങ്ങൾ മഞ്ഞെന്നെല്ലാം കളിക്കുന്നതായിട്ട്. നമുക്ക് ഓൾറെഡി നമ്മൾ ഇന്ത്യയിലെല്ലാം ഓൾ ഇന്ത്യ പോകണമെന്നൊരു ഇതിലാണുള്ളത്. ഞാനും പ്രണവ് വ്ളോഗ്സും. നമ്മളെ ജീവിതത്തിൽ കുറെ സമ്പാദിച്ചിട്ട് കാര്യമില്ല. ജീവിതം അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാഴ്ചകളൊക്കെ കാണാനും ടൂറിന് പോകാനും ഓരോ രാജ്യങ്ങൾ കാണാനും നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പോയി അതെല്ലാം കാണണം. ചെന്ന് കണ്ടു ആ മഞ്ഞുമലയിലൊക്കെ ചെന്ന് അത് കണ്ടപ്പോൾ എന്റെയൊക്കെ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഉണ്ടായിട്ടില്ല. എൻ്റെ മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ അത് ഭയങ്കര സന്തോഷമാണ്. സന്തോഷഫുള്ള് നമുക്ക് ആ വീഡിയോ കാണുന്ന സമയത്തും പപ്പക്ക് ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാനുണ്ടായി, ഒരു ആശ്ചര്യം കാണാനുണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതിലും വലിയ വിഷമങ്ങളും ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ ആ മക്കളത് പകർത്തുന്നതും ഇത് ഓരോന്ന് ചെയ്യുന്നതും അവരുടെ എഫേർട്ട് ഭയങ്കര ഇതാണ്. ഓരോരുത്തർക്കും ഇത് നിസ്സാര പ്രശ്നമാണ്. പക്ഷെ അല്ല, ഒത്തിരി ത്യാഗം അതിൻ്റെ അകത്ത് സഹിക്കുന്നുണ്ട്. നമ്മൾ ഒരു മണിക്കൂർ അല്ല 20 മിനിറ്റുള്ള വീഡിയോ 25 മിനിറ്റുള്ള വീഡിയോ കാണുന്നു. പക്ഷെ അതിന്റെ പുറകിൽ എബിനാണെങ്കിലും മീൻസ് വാൻ ലൈഫാണ്. വണ്ടി ഓടിക്കണം, അതിനൊന്നിച്ച് ഫുഡ് ഉണ്ടാക്കണം, അതിലൂടെ അവരെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കണം, ആ വീഡിയോസ് രാത്രി എഡിറ്റ് ചെയ്യണം. പപ്പ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവർക്ക് ഫുഡ് കഴിക്കാൻ പോലും നേരം വേണം, ടൈം കിട്ടുന്നില്ല. അത് തന്നെയല്ല ഇപ്പം എന്താ വെച്ചാൽ വേറൊന്നുമില്ല. ഞാനിപ്പം ചെന്നിട്ട് അത്രയും ദിവസം നിന്നിട്ട് എൻ്റെ മക്കളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ തന്നെ ഫുഡ് വെച്ച് എൻ്റെ മക്കൾക്ക് കൊടുക്കുക. അത് കണ്ട് ഒത്തിരി കഷ്ടപ്പാടുണ്ട് അവരുടെ. മേഗി തിന്നുവാണ്. പക്ഷേ മേഗി ഒന്നും അധികം കഴിക്കാൻ പാടില്ല. മേഗി കഴിച്ചിട്ട് എൻ്റെ വയറ്റിൽ സുഖമില്ലായിട്ട് ഞാനിപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് 4 ദിവസമായി.
ഇങ്ങോട്ട് വന്നപ്പോൾ. അവിടെ ചെന്നിട്ട് 7 ദിവസം കഴിഞ്ഞ് 7 ദിവസം വരെ കുറേശ്ശെയൊക്കെ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോയതൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ മേലാതായിപ്പോയി, ഭയങ്കര ഇതായിപ്പോയി. വിശപ്പ് പെട്ടെന്ന് അടങ്ങും മേക്കുന്നത്, പക്ഷെ പിന്നീട് നമുക്ക് അതിന്റെ പിന്നെ മസാല ഒന്നിനും കൊള്ളുന്നില്ല. ആ മസാല ഉപയോഗിക്കാം. ഇനിയേലും ദൈവത്തോട്ട് ആരും ഈ മാഗി ഉപയോഗിക്കാതിരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിന്റെ മസാല. പിന്നെ എല്ലാരും വിചാരിക്കുന്നത് ഇത് 5 മിനിറ്റത്തെ പരിപാടിയല്ലേ, വെള്ളം ചൂടാക്കിയിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സംഭവമായി. ഈസി നോക്കിയിട്ട് അത് ചെയ്യുന്ന. അതെ, പക്ഷെ ഒരു കാര്യമായി ഇവരുടെ കഷ്ടപ്പാട് വെച്ച് നോക്കുമ്പോൾ എന്തേലും ഒരു ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയാണ്, അതുകൊണ്ടാണ് ഇത് വെക്കുന്നത്. പക്ഷെ അത് ആർക്കും മനസ്സിലാകുന്നില്ല. പാപ്പ അതുപോലെ പിന്നെ ഇപ്പൊ പ്രണവ് വ്ലോഗ്സ് ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളെ മക്കളെ വീഡിയോസ് നമ്മളെ കുറെ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓറ് പറഞ്ഞ പോലെ തന്നെ വാൻ ലൈഫ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് അവർ തന്നെയാണ്. എല്ലാവരും വാൻ ലൈഫ് പോകുന്നുണ്ട്. ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ഒരു യൂട്യൂബിൽ ഒരു പുള്ളിക്കാരൻ ഇട്ടത് കണ്ടതാ, ഫോറിനേഴ്സിന്റെ വാൻ ലൈഫും എബിന്റെയും ലിബിന്റെയും വാൻ ലൈഫ് കമ്പയർ ആയിട്ട്. ഫോറിനേഴ്സൊക്കെ നല്ല സെറ്റപ്പ് വണ്ടിയിൽ പോന്ന്, എബിനും ലിബിനും എന്താ പറയുക കുറച്ച് സാധാരണ വണ്ടി കത്തുന്നു, ദാരിദ്ര്യമാണ് ഇതിലിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് അവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ നോർമൽ പ്രേക്ഷകർ എന്ന രീതിയിൽ അനക്കാണെങ്കിൽ പ്രണവ് വ്ലോഗ്സ് ഇത്രയും ഫാൻസ് ആയത് ആ ഒരു അത്രക്കും ഒരു വണ്ടിയിൽ പോയിട്ട് അങ്ങ് എത്തിയില്ലേ. ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മൾ വലിയ കൂടുതലായിട്ട് ഇത് അടിച്ചു പൊളിക്കാനല്ല പോകുന്നത്, വലിയ അടിച്ചുപൊളിയല്ല ഇത് നമ്മൾ സാധാരണക്കാർ രീതിയിൽ പോയാൽ സാധാരണ രീതിയിലുള്ള ജീവിതം നമ്മൾ ഇവിടുന്ന് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ. അല്ലാതെ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഇപ്പം ബിരിയാണി കിട്ടുന്നെന്ന് പറഞ്ഞാൽ ആ ബിരിയാണി മേടിച്ച് തിന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ പോലത്തെ സാധാ ഫുഡ് തന്നെ ചെയ്ത് നമ്മുടെ വണ്ടിയിൽ തന്നെ വെച്ച് സാധാ ആയിട്ട് തന്നെ. പിന്നെ അച്ചാറ്, ഞാനിവിടുന്ന് കൊണ്ടുപോയ കാന്താരിയായിരുന്നു, കാന്താരി പൊട്ടിച്ചു. ഇതൊക്കെയാണ് അവിടുത്തെ ഭക്ഷണം. അല്ലാതെ അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുമല്ല. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കാണുന്നതും അതൊക്കെ ഓരോ ഇതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാമെന്ന് ചോദിച്ചാൽ കാഴ്ചകൾ കാണുന്നതെന്ന് ചോദിച്ചാൽ അവർ എല്ലാവരോടും ചോദിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം അവർക്ക് ഓരോ കൾച്ചറുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വലിയ പ്രായമുള്ള ആളാണെങ്കിൽ അവർ തൊട്ട് നമ്മുടെ പിന്നെ അവരുടെ കാലെ തൊട്ടിട്ട് അവരുടെ തലയിൽ വെക്കും, നമുക്ക് എപ്പോഴും നല്ല റെസ്പെക്റ്റ് തരും. പിന്നെ ആദിവാസി കോളനിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെ ജീവിതത്തിൽ പഠിക്കേണ്ടത് സാധാരണക്കാരൻ്റെ അടുത്ത് പോകണം. സാധാരണക്കാരൻ്റെ അടുത്ത് പോയാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. യാത്ര പോകുമ്പോഴും വലിയ ഹോട്ടലിൽ ഇല്ല, ഹോട്ടലുകളിലും ഇതല്ല. എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ പോകുന്നത്, നമ്മൾ വാൻ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് വെച്ചാൽ ഓരോരുത്തരെ അറിയാത്ത രാജ്യങ്ങളും അറിയാത്ത പിന്നെ മേഖലകളും കാണിക്കാൻ വേണ്ടിയാണ്. അല്ല വാൻ ലൈഫ് എന്ന് പറഞ്ഞു പോയിട്ട് ഹോട്ടലിൽ റൂം എടുത്തിട്ടും പിന്നെ അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് അടിച്ചു പൊളിച്ച് നടന്നിട്ട് കാര്യമില്ല. ഓരോ സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലെ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ രീതികളും മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ യൂട്യൂബറുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ചുമ്മാ അടിച്ചു പൊളിച്ച് പോയിട്ട് കാര്യമില്ല. അതാണ് വാൻ ലൈഫ്. ഓരോന്ന് കാണിച്ചു. അതുപോലെ തന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ എന്നാന്ന് ചോദിച്ചാൽ നമ്മളെ ഈ എന്താ പറയുക, പെട്ടെന്ന് എൻ്റെ ക്ഷീണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ സിസ്റ്റേഴ്സുമാർ അവരെ പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിലുള്ള സിസ്റ്റേഴ്സുമാരെ പോലല്ല മിഷണറികൾ. നമ്മുടെ മിഷണറികൾ ഇവിടുന്ന് പോയിട്ട് അവിടുത്തെ പ്രവർത്തനം കണ്ടാൽ, സേവനം കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഒന്നുമല്ല. അവര് ആസാം ഗുവാഹട്ടി ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ സിസ്റ്റർമാർ പോയിട്ട് അവരുടെ ആ ആദിവാസികളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരിലേക്കുള്ള അവർക്ക് ആ ഒരു സ്നേഹം പകർന്നു കൊടുക്കുന്നത് നമ്മളത് കാണേണ്ട ഒരു കാര്യമാണ്. അവർക്ക് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം, വസ്ത്രമില്ലാത്തവർക്ക് ഭക്ഷണം, അതൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ രോഗികളായ ശുശ്രൂഷിക്കും. അവിടെ നമ്മൾ അവിടെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോടുള്ള ആ ഒരു സ്നേഹം നമുക്കൊരു കാലത്തും പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയല്ല അവരിൽ ഒരാളായിട്ട് അവർ കൂട്ടുവാണ്. എന്ന് വെച്ചാൽ അവർ ജാതിയോ മതമോ ഒന്നുമില്ല. ഇവിടുന്ന് എല്ലാവരും പറയും ജാതി മതം എന്ന്, പക്ഷെ ഏറ്റവും കൂടുതൽ അക്രൈസ്തവരാണുള്ളത്, അല്ലാത്തവരാണുള്ളത്. അവരെയാണ് ഏറ്റവും കൂടുതൽ. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലക്ഷങ്ങൾ വേണം അവിടെയൊക്കെ പഠിക്കാൻ വേണ്ടി. അവിടെയൊക്കെ അവരൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു. എന്ത് നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ പോകുന്ന പോക്കിൽ ചിലപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ ആദിവാസി കോളനിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചില ഭാഗങ്ങളിൽ വൃത്തിയില്ലാത്ത ഏരിയകളുണ്ട്. ചിലപ്പം പോകുന്ന പോക്കിലായിരിക്കും അപ്പിയിട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്തൂടെ തെന്നി മറിഞ്ഞൊക്കെ അവർ പോകുന്നത്. എന്നാലും അവർക്ക് അറപ്പോ വെറുപ്പോ ഒന്നുമില്ല. അത് തൂത്ത് കളഞ്ഞിട്ട് അവർ ഈ രോഗികളെ ശുശ്രൂഷിക്കാനും ആൾക്കാരെയൊക്കെ നോക്കാനും ഒക്കെ ആ പോകുന്ന ഇത് നമ്മൾ കാണേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ കാണണം. നമ്മൾ ഇവിടെ ഇരുന്നാൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല.
നമ്മൾ പോകണം പുറത്തോട്ട് പോയാലേ നമ്മുടെ ജീവിതം എന്നാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ ജീവിതവും അവിടുത്തെ ജീവിതം. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ മോശമാണെന്നല്ല പറഞ്ഞേ, കേരളത്തിലേക്കായാലും കൂടുതൽ അവർക്ക് സ്നേഹം നമുക്ക് തരും അവർ. ഉറപ്പ് നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഈ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും സ്നേഹം നമ്മൾ ഇന്ന ആളാണെന്ന് അവർ നോക്കുകയാണ്. സിസ്റ്റേഴ്സിൽ കുറേ ഭാഗം മലയാളീസ് ഒരു 40-50% മലയാളീസുകളാണ്. അഭിമാനിക്കാം. സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയ മിഷണറികളായിട്ട് പോയ സിസ്റ്റർമാർ, അതിനുവേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പോയ മിഷണറിമാർ, അവരെ ഒരിക്കലും ഇനി ഞാൻ തള്ളി പറയത്തില്ല. അതെന്ന് വെച്ചാൽ അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ, നമ്മുടെ മദർ തെരേസയുടെ അതേ ഇത്, നമ്മൾ മദർ തെരേസ എങ്ങനെ നമ്മൾ കാണുന്നു അതേ ജീവിതമാണ് മിഷണറികളായ സിസ്റ്റേഴ്സുമാർ. അവരുടെ ജീവിതം ഒരു നേരം ഭക്ഷണം കഴിച്ചാലായി, ഭക്ഷണം കഴിച്ചില്ലായി. അവർ രാവിലെ 8 മണി അവരുടെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അവർ മടത്തിൽ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ പാതിരാത്രിയിലാണ് അവർ കയറി വരുന്നത്, അലക്കുന്നതും കുളിക്കുന്നതും. പിന്നെയും പിറ്റേ ദിവസം അവർ പോവുകയാണ് ഓരോ പാവങ്ങളെ തേടി പിടിച്ച് അവരെ കണ്ട് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി. പിന്നെ അങ്ങനെ ഓരോ ഇതൊക്കെ കണ്ട് നമ്മുടെ മനസ്സിന് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ. അപ്പം നമ്മളൊന്നും അല്ലല്ലോ, നമുക്കും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലും ഉണ്ട്. പപ്പ മീൻസ് നമ്മുടെ എബിനും ലിബിനൊക്കെ പോകുന്നതിനെക്കാട്ടി മുന്നേ പപ്പന്റെ ഒരു നല്ല പ്രായത്തില്, പപ്പന് നല്ല പ്രായം അറിയാലോ, നല്ല പ്രായത്തില് ഇതേ രീതിയിൽ എന്തെങ്കിലും യാത്രകൾ ചെയ്തെന്തെങ്കിലും എക്സ്പീരിയൻസ്? ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള മനുഷ്യനാണ്. ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കന്യാകുമാരി പോയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് വലിയതെന്ന് പറയാന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ, നമുക്കൊന്നും ഇല്ലാത്ത ഉള്ള സമയത്ത് കന്യാകുമാരി പോയി, വേളാങ്കണ്ണി പോയി, മൈസൂര്, ഊട്ടി, ഞങ്ങളൊക്കെ ഞാൻ പോയി യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ കൂട്ടുകാരൊന്നിച്ച് എന്ന് വെച്ചാൽ ഞാൻ പണി കുറേ കാലങ്ങൾക്ക് മുമ്പേ മേസ്ത്രിയുടെ പണിക്കൊക്കെ പോകുമായിരുന്നു. മേസ്ത്രിമാരെല്ലാം കൂടെ ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഒത്തടിപ്പിച്ചൊരു പോക്കുണ്ട്. മൈസൂരും ബാംഗ്ലൂരൊക്കെ പോയി എല്ലാം കറങ്ങി അടിച്ചു വരും. അതൊന്നും ഒരു യാത്രയല്ല, ഇതാണ് യാത്ര. നമ്മൾ ഓരോ നാട്ടിൽ ചെന്നിട്ട് അവരുടെ ഓരോ നാട്ടിലെ ഓരോരുത്തരുടെ രീതികൾ നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മൾ എല്ലാവരും ഓർക്കും നമുക്ക് വീടില്ല, കൂടില്ല, നമുക്കൊന്നും സൗകര്യമില്ല, സന്തോഷമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒന്നുമല്ല, നമ്മളൊക്കെ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു. പക്ഷേ അവരുടെ ജീവിതം ചെന്ന് കാണണം, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതാണ് ജീവിതം. ദൈവം പറഞ്ഞിരിക്കുന്ന ഒന്നും ഇല്ലാത്തവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്, അതാണ് ജീവിതം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ പപ്പനെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. മിസ്, ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യാണ് പപ്പേണ്ടൊക്കെ. എബിനും ലിബിനും എപ്പോഴും ഇങ്ങോട്ട് എത്താൻ അറിയില്ല. വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനും പ്രണോഷ് വരികയാണെങ്കിൽ നമുക്ക് അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഇത് തരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും വിവാദങ്ങളാ, പിന്നെ എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ. നമുക്ക് സന്തോഷങ്ങൾ മാത്രം മതി പപ്പ, നമ്മള് വിവാദങ്ങളൊന്നും ഇതാക്കുന്നില്ല. രണ്ടുപേര് നമുക്ക് നേരിട്ട് കണ്ടിട്ട് ഒരു അരമണിക്കൂർ സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ജീവിതത്തിലെ വലിയൊരു കാര്യമായിരിക്കും. കാരണം ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള രണ്ടാൾക്കാരാണ്. എബിനാണെങ്കിലും ഇബിനാണെങ്കിലും എനിക്ക് 23, 22. അപ്പൊ നമ്മൾ അനിയന്മാരാ. എനിക്കിപ്പോ 26 വയസ്സ്, ഇവർക്ക് 28 വയസ്സ്. പക്ഷെ അനിയന്മാരാണെങ്കിലും ജീവിതത്തില് ഓറ് നമ്മളിങ്ങോട്ട് എക്സ്പീരിയൻസാ. അപ്പം പിന്നെ അതിൽ നമ്മൾ ഏട്ടന്മാരാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും മീൻസ് ഓൾ ഇന്ത്യ പോകുന്ന സമയത്ത് നമുക്കതൊരു ഉപകാരമായിരിക്കും അവരുടെ എക്സ്പീരിയൻസുകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു അവസരം ഞാൻ മക്കളോട് പറയാം, മക്കളെ കേൾക്കും. അതാണ് ഞങ്ങളെ ജീവിതം, ഞങ്ങളെ കട്ട സപ്പോർട്ടാണ് ഞാനും എന്റെ മക്കളും. ഇപ്പൊ നമ്മളെ കാണുന്ന വ്യൂവേഴ്സും ഇനിയിപ്പോ സപ്പോർട്ട് ചെയ്യും ഉറപ്പായിട്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്റെ മക്കളെ. അതെ, ഇവരെ ഞാൻ പറയാൻ മറന്നുപോയി. ഇവരും എന്റെ മക്കള് തന്നെ, ഒരു വ്യത്യാസമില്ല. പപ്പനെ ഇത്രയും ടൈം അന്നടിക്കും പ്രണോഷിനടിക്കും സംസാരിച്ചിട്ട് നമ്മളെ പറ്റി എന്താണ് ഇവന്മാര് എന്നുള്ളത് ചെറിയൊരു ധാരണ ഇട്ടിട്ടുണ്ടാവല്ലോ. നമ്മളെ പറ്റി പൊക്കി പറയണതല്ല, പപ്പക്ക് തോന്നിയത് മാത്രം പറ. പക്ഷേ എനിക്ക് കണ്ടപ്പോ എന്റെ മക്കളെ പോലെ തന്നെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ അവരുടെ വേറെ ഒന്നും ഒരു കുറ്റം കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളായിട്ട് ജീവിക്കണം, നമ്മളായിട്ട് ജീവിക്കണം. നമ്മളെപ്പോ ഉള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലണം, കുറ്റവും കുറവുകളും ഒക്കെ പറയാതെ എപ്പോഴും നല്ല ഇതായിരിക്കണം. എവിടെ ചെന്നാലും നല്ല പോസിറ്റീവ് ആയിരിക്കണം, നല്ല എനർജി ഉണ്ടായിരിക്കണം. അതാണ് മറ്റേ പറയുന്നത്. പപ്പ അപ്പൊ അധികം മുഷിപ്പിക്കുന്നില്ല, നമ്മളിവിടെ ഇറങ്ങാണ്. പപ്പ വന്നിട്ടേ ഉള്ളൂ. പപ്പക്ക് കുളിക്കണം, ഡ്രസ്സ് മാറ്റണം, ഫുഡ് കഴിക്കണം. അതുകൊണ്ട് നമ്മളിവിടെ പോവാണ്. ടാറ്റ പറയാ. ടാറ്റ കുഞ്ഞുമൻ. പപ്പ പറഞ്ഞത് കേട്ടല്ലോ. നമ്മളെല്ലാവരും നമ്മളൊരു നല്ല പ്രായത്തിൽ ഒരു 10-60 വയസ്സിൽ എന്താ പറയാ, നല്ലൊരു നായി നയിക്കൂ, പൈസ സമ്പാദിക്കും. അതിനിടയ്ക്ക് ഒരു 10-28 വയസ്സാകുമ്പോൾ എന്താവും, പട്ടി ലോക്കാവും, ഒരു കല്യാണം കഴിച്ചതിന് 28 വയസ്സിൽ എന്താവും, 2-3 പിള്ളന്മാരാക്കും. പിന്നെന്താ പ്രശ്നം, പിള്ളന്മാർക്കുള്ള വിദ്യാഭ്യാസം, അതിനു വേണ്ടിയിട്ടുള്ള ടെൻഷൻ,
പിള്ളേന്മാർ ഡിഗ്രി പഠിക്കുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, മെഡിക്കൽ പഠിക്കുന്നു. ജീവിതം അങ്ങോട്ട് ബോറായി. അപ്പത്തേക്ക് എന്തായി നമ്മളെ നല്ല പ്രായം തീരും. ഒരു 40-45 വയസ്സാകുമ്പോൾ ബോധം വരും. അയ്യോ നമ്മൾ ഈ 45 വയസ്സെടുക്കും എന്ത് തേങ്ങാക്കൊല ചെയ്ത ചിന്ത വരും. അപ്പോൾ ആ ചിന്തകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും കല്യാണം കഴിക്കും. പക്ഷെ അതിന് കുറച്ച് ഞാൻ കുറച്ച് ഇവന്റെ ഒരു കാര്യം പറയും. ഇവൻ കുറച്ച് കാലം മുമ്പുണ്ടല്ലോ, ഒരു 2-3 കൊല്ലം മുമ്പ് കല്യാണമേ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരാളാണ്. ഒരു തേപ്പ കിട്ടിയില്ലെങ്കിൽ അത് കട്ട് ചെയ്യാ നീ? ഇല്ല, ഇതെല്ലാം Q&A ഇടുന്നുണ്ട്. അപ്പൊ Q&A ചോദിക്കും. ഓക്കെ. അപ്പൊ തേപ്പൊക്കെ കിട്ടിയിട്ട് ഇനി ജീവിതത്തിൽ കല്യാണേ വേണ്ടാന്ന് നടക്കുന്നതാണ്. ഞാൻ ഈ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഒരു നല്ലൊരു തേപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്റെ കുറെ സ്വഭാവങ്ങള് ഞാൻ തേപ്പ് എന്ന് പറഞ്ഞത് എന്റെ ഭാഗത്ത് തെറ്റായി പോയി. പെണ്ണുകളെ ഒഴിവാക്കിയിട്ട് പോയി. ഇവന്റെ ബടക്ക തെണ്ടിത്തര കാരണങ്ങൾ ഒഴിവാക്കിയിട്ട് പോയി. എന്റെ പ്രേമിക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറായിരുന്നു. എന്റെ ഭയങ്കര ഒരു ചെറ്റ സ്വഭാവമാണ്. അപ്പം ആ സ്വഭാവം ഇഷ്ടപ്പെടാത്തോണ്ട് ആ കുട്ടി പോയി, അത്രേ ഉള്ളൂ. അതില് മീൻസ് അവള് തെറ്റല്ല, ഫുള്ള് തെറ്റ എന്റെ ഭാഗത്താണ്. എന്റെ സ്വഭാവത്തിന് പ്രശ്നം. 10-29 വയസ്സുള്ള പുള്ളിക്കാരനാണ് 25 വയസ്സുള്ള എന്നൊക്കെ പറയുന്നത് കല്യാണം കഴിക്കാൻ. എനിക്കൊരു നാണമുണ്ട്. ഇപ്പൊ ലൈഫിനെ പറ്റി കുറെ ആശകൾ പറഞ്ഞേ, എന്നിട്ട് വലിയ കല്യാണത്തിന് കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ പറഞ്ഞോണ്ട് കെട്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞേ. വാട്ട് ദ ബ്ലഡി പൊട്ടത്തരം ഈസ് സോ ടാക്കിംഗ് യു. ഇയാളല്ലേ ശരിയായ ബീപ്പ് ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇപ്പൊ നമ്മുടെ പപ്പയാണെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതുവരെ കാര്യങ്ങളൊക്കെ എടുത്തോളാം കേട്ടോ. നമുക്ക് അതിലൊരു Q&A സെക്ഷനിൽ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം ഇതിൽ എന്താ ഉള്ളത് ഈ വീഡിയോയിൽ? ഇഷ്ടപ്പെടാൻ വേണ്ടി ഇഷ്ടം പോലെ ഗൈസ് ഈ വീഡിയോയിൽ. അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൂട്ടുക ഗൈസ്. അഞ്ചോട്ട് പറഞ്ഞല്ലേ എന്റെ ചാനലിൽ. ശരിയാണ്, എന്റെ ചാനൽ. ഇവരുടെ ചാനല് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവരുടെ ചാനൽ എപ്പോ എന്നാ പറയണ്ടേ, ഇപ്പൊ കുറെ നാളായിട്ട് ബാക്കിൽ തന്നെ കൂടിയിട്ടുണ്ട് ഞാൻ ഓറെ. അപ്പോൾ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, കയറി കാണാം. എൻ്റെ ചാനലുള്ളതിനും വേണ്ടി നല്ല അടിപൊളി വിഷ്വൽസ് ഗോപ്രോയിൽ ഷൂട്ട് ചെയ്ത് അവരുടെ ചാനലുണ്ടാവും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസും കാണാം. ഈ മിസ് മച്ചാമാരൊന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യും. വ്യൂസ് എല്ലാം കുറവാണ് മച്ചേ, അതുകൊണ്ട് അത് ഒന്ന് ഷെയർ ചെയ്തെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ചടവറ ഷെയർ ചെയ്യും. ഒരു വീഡിയോ ഇട്ട് ഒരു 1000 ആളെങ്കിൽ കാണണ്ടേ മച്ചാമാർ? സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. 200-300 ആൾക്കാരുടെ വെച്ച്. പക്ഷേ ഒരു പ്രശ്നമില്ല, എത്ര ഡിസ്റ്റൻസിൽ വന്നിട്ട് മെനക്കെട്ട് ഒരു ദിവസം ലീവ് എടുത്തിട്ട് എഫേർട്ട് എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു 300 ആളാണ് കാണുന്നത്. 1000 പക്ഷെ കാണുന്ന ആൾക്കാരെല്ലാം കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ. പൊളിയാണ്. അതാണ് അത്. 50 ആളെങ്കിൽ 50 ആള്, ഒരാളെങ്കിൽ ഒരാൾ കണ്ടിട്ട് ഒരാളെങ്കിൽ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. പിന്നെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവും പൊളിയാ. നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോൻ്റെ സെയ്ത് തന്നെ പറഞ്ഞ പുള്ളിക്കാരനെ സ്ഥിരമായിട്ട് പറയേണ്ടായിരുന്നു, ബ്രോ വീഡിയോ വിഷ്വൽസ് പോരാ, മീൻസ് മൈക്ക് സൗണ്ട് പോരാണ്. അതിനുശേഷമാണ് ഞാൻ ഈ മൈക്ക് വാങ്ങിച്ചു, വീഡിയോ വിഷ്വൽസ് കുറച്ചുകൂടി ക്ലാരിറ്റി ഇടാൻ വേണ്ടി ഫോൺ വാങ്ങിച്ചു. സോ അങ്ങനെയുള്ള നെഗറ്റീവൊക്കെ കിട്ടുന്ന സമയത്ത് നെഗറ്റീവ് കമൻറ്റ്സ് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പം അതുപോലെയുള്ള നിങ്ങളെ നല്ല നല്ല വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താം. നിർത്തിപ്പോടാ അത് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമന്റ് ആവോ? അത് ആ വേർഡ് ഒരിക്കലും നെഗറ്റീവ് അല്ല. അല്ല, അതിപ്പോ അതിനിടയ്ക്ക് ഒരാൾക്ക് ഞാൻ ഇപ്പൊ ലാസ്റ്റ് വീഡിയോ പറഞ്ഞു പണിയില്ലെന്ന് ചോദിച്ചാൽ അവർക്ക് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പണിയുണ്ട്. പണിയുണ്ട്. നിർത്തിപ്പോടാന്ന് പറയുന്നതിനോടെന്നാ നിർത്തിപ്പോവാ സാർ ഗൈസ് അത്ര പറഞ്ഞു മതി. പക്ഷെ ആര് പോകുന്നത് അല്ല, അവന് ഒരു സന്തോഷമായിക്കോട്ടെ നിർത്തി. ഓന്റെ വിലപ്പെട്ട സമയം മീൻസ് ഓനെ ഒരു 4 ചുമരുകളുള്ള ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് നിർത്തിപ്പോടാന്നുള്ള കമന്റ് ഇടാൻ വേണ്ടി കാണിച്ച അവന്റെ ആ ഒരു മനസ്സ്, അത് നമ്മൾ കണ്ടിട്ട് അവന് വിലപ്പെട്ട കമന്റ്. മുറി എന്ന് പറയുന്നത് അവന്റെ 4 ചുമരുള്ള മനസ്സാണ് ഇവൻ ഉദ്ദേശിച്ചത്. ഇവൻ തగ్గടിച്ചാണ് അല്ലേ? അവന്റെ ഇടുങ്ങിയ ചിന്താഗതി നില ഉദ്ദേശിച്ച ഞാനാണ് പൊടി. വിശക്കുന്നുണ്ട്, 12:30 മണി ബിരിയാണി മേടിച്ചു തന്നോളൂ. നിങ്ങളോടല്ലേ? ഇങ്ങോട്ട് ബിരിയാണി ഒന്നുമില്ല. 200 രൂപ കിട്ടുന്ന എന്തെങ്കിലും മേടിച്ചുതരാം. ഞാൻ മീൻസ് ഇവരെ പൈസ എടുക്കലുണ്ട് പറഞ്ഞിട്ട് പറയില്ല കേസ്. അത് ചില സമയത്ത് ഈ ചങ്ങായി തന്നെ പൈസ കൊടുക്കല്, ചില സമയത്തല്ല പലപ്പോഴും ഈ ചങ്ങായിന് പൈസ കൊടുക്കല്. പക്ഷെ ചങ്ങായിക്ക് ഇപ്പൊ ഈടായിട്ട് എന്തോ പൈസ എടുക്കാൻ വലിയ മടിയായിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ ഇല്ല പാട്ടാണ്. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. എബിനും ഇരിക്കുന്ന സ്റ്റെപ്പുകളിൽ ഇരുന്നുകൊണ്ട് നമ്മളിതാ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ, ഇത് പ്രണോഷ് പ്രവീണപുരം, അത് നിങ്ങളെ ഔട്ട്രോ അല്ലേ? ഇവൻ അടിച്ചു മാറ്റുന്നത് ഗൈസ്, ഇവൻ മോഷ്ടിക്കുന്നത് ഗൈസ്.
അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അതുവരെ ബൈ. സ്റ്റേ പീസ്. എന്ത് സ്റ്റേ പീസ്. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. ഭാഗത്തുകൊണ്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യും പ്ലീസ്. ബൈ. ഇതാണ് നമ്മുടെ മല്ലൂർ ട്രാവലറിന്റെ വണ്ടി. ഏകദേശം 35 ലാക്ക് വരുന്ന വണ്ടിയാണ്.